CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ K. രാധാകൃഷ്ണൻ മത്സരിക്കും. ഹിന്ദുക്കൾക്ക് വേണ്ടി രാമരാജ്യം കൊണ്ടുവരാൻ ആരും ശ്രമിക്കേണ്ടെന്ന് കോൺഗ്രസ് കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ MP പറഞ്ഞു. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്ര 7ാം ദിവസ പര്യടനം ഗുരുവായൂരിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 10 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ചൂണ്ടൽ സ്വദേശി ചൂണ്ടപുരയ്ക്കൽ വീട്ടിൽ മനോജിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S. ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പഴഞ്ഞി അയിനൂരിൽ കിണറ്റിൽ കുടുങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ഒറീസ സ്വദേശി ജട്ടുൽ ചൌഹാനെയാണ് കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. MP രമ്യ ഹരിദാസ് എരുമിപ്പെട്ടി പഞ്ചായത്തിലേക്ക് അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു. വിവിധ വാർഡുകളിലേക്കായി 22 ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. കാട്ടകാമ്പാൽ പഞ്ചായത്തും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച അയിനൂർ EMS റോഡ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ സ്വദേശിയായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൃതദേഹം വീടിനുള്ളിൽ കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായി നിഗമനം. ആദൂരിൽ ബൈക്കിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. എയ്യാൽ കിഴക്കൂട്ട് വീട്ടിൽ സുജിത്തിനാണ് പരിക്കേറ്റത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആളൂർ പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫെബ്രുവരി 29, മാർച്ച് 1 തീയതികളിൽ വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിസ്മയമായ വൈവിധ്യ 2024 സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കല്ലുംപുറം ചാലിശ്ശേരി റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കുന്നംകുളം കാണിയാമ്പാൽ പാടശേഖരത്തിൽ വേനൽക്കാല പച്ചക്കറി കൃഷി ആരംഭിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സപ്ലൈകോയിലെ വില വർധനവിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 26 മുതൽ മാർച്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം ആഘോഷിക്കുന്നത്. പഴഞ്ഞി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ബാങ്ക് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സപ്ലൈകോയിൽ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വെള്ളാറ്റഞ്ഞൂർ ഗ്രാമീണ വായനശാല പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. എടക്കളത്തൂർ UP സ്കൂൾ അധ്യാപകനായ രഘുനാഥൻ സാവിത്രിയാണ് പുസ്തകം പരിചയപ്പെടുത്തിയത്. ക്ലീൻ പുന്നയൂർ പദ്ധതിയുടെ ഭാഗമായി ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ഗ്രാമപഞ്ചായത്തിൽ ഓർഗാനിക് ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണം ചെയ്തു. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷവും ഇടവക ദിനാഘോഷവും വിജയിപ്പിക്കുന്നതിനായി 151 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കുന്നംകുളം UPF 42ാമത് വാർഷിക കൺവെൻഷനും ഗാനസന്ധ്യയും സമാപിച്ചു. പെരുമ്പടപ്പ് വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാരാമം നിർമ്മിച്ച് പൊതുജനത്തിനായി തുറന്നുകൊടുത്തു. പെരുമ്പിലാവ് മണിയറക്കോട് മുനവരിയ ഇംഗ്ലീഷ് സ്കൂളിൽ മാധ്യമം വെളിച്ചം പദ്ധതിയും കൊരട്ടിക്കര അക്ഷയ സെന്ററിൽ മാധ്യമം വായനാ പദ്ധതിക്കും തുടക്കമായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.